പ്രൈസ് ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 11 23 വാക്യം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. ഈ വചനം നമ്മെ ഒരു അടിസ്ഥാന സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രാപിക്കുക എന്നാൽ അത് കർത്താവിൽ നിന്നായിരിക്കണം. പൗലോസ് ഇവിടെ പറയുന്നത് ഒരു ശക്തമായ ആത്മീയ സത്യമാണ്. ഞാൻ പ്രാപിച്ചതെല്ലാം കർത്താവിൽ നിന്നാണ്. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഈ ലോകം നൽകുന്ന പലതും പൗലോസ് നേടിയിരുന്നു. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ അറിവ്, പദവികൾ, സമ്പത്ത്, അംഗീകാരം ഇവയെല്ലാം ലോകം നൽകുന്ന നേട്ടങ്ങളാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തുവിനെ പ്രാപിച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ഛേദമെന്നെണ്ണുന്നു. ലോകം നൽകുന്നതെല്ലാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെയും കൃപയുടെയും വെളിച്ചത്തിൽ ഉച്ഛിഷ്ടം പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കാത്ത ഒരു നേട്ടവും നമ്മുടെ ആത്മാവിന് ശാശ്വതമായ പ്രയോജനം നൽകുന്നില്ല. അതുകൊണ്ട് ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാൻ ഇന്ന് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അത് കർത്താവിൽ നിന്ന് തന്നെയാണോ? നമ്മുടെ ശക്തി, നമ്മുടെ വഴി നടത്തൽ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ സമാധാനം ഇതെല്ലാം ക്രിസ്തുവിൽ നിന്നായിരിക്കണം. കാരണം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നത് എന്തോ അതുമാത്രമേ നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ ലാഭവും ജയകരമായ ക്രിസ്തു ജീവിതവും നൽകുകയുള്ളൂ. ഈ ലോകത്തിൽ നിന്ന് മാറി നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിൽ ഉറപ്പിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ ആ നേട്ടം ക്രിസ്തുവിൽ നിന്ന് തന്നെ ആയിരിക്കണം. ആ ഉറവിടം കർത്താവായിരിക്കണം. അവനിൽ നിന്നല്ലാത്തത് നമ്മെ ഉയർത്തുകയില്ല. അവനിൽ നിന്നുള്ളത് മാത്രമേ നമ്മെ ജയകരമായ ക്രിസ്തു ജീവിതത്തിലേക്ക് നടത്തുകയുള്ളൂ. ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നവർ ഒരിക്കലും ശൂന്യരായി പോകുകയില്ല. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കൃപയാൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷത്തോടെ പൂർത്തിയാക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാപിക്കുന്നതൊക്കെയും ക്രിസ്തുവിൽ നിന്നും അങ്ങേക്കുള്ളതായിട്ട് തീരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.